ഹലോ, എല്ലാവർക്കും ഫ്രീ പീരിയഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജേർണലിസ്റ്റിക് പ്രാക്ടീസിലെ സ്ട്രക്ചർ ഓഫ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ചീഫ് സബ് എഡിറ്റർ എന്നുള്ളതാണ്. ദ സീനിയർ സബ് എഡിറ്റർ ഓർ ചീഫ് സബ് എഡിറ്റർ ഇസ് ദ ക്യാപ്റ്റൻ ഓഫ് എഡിറ്റോറിയൽ സെക്ഷൻ ഓഫ് ദ ന്യൂസ് ഡെസ്ക്. ഒരു ന്യൂസ് ഡെസ്കിൻ്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന വ്യക്തിയാണ് സീനിയർ സബ് എഡിറ്റർ അല്ലെങ്കിൽ ചീഫ് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. It is his or her responsibility to see that copies are distributed among the sub-editors and to ensure that copies are edited properly and attractive and meaningful headlines are given and copies are freely from labels. നമുക്ക് ലേബിൾസ് എന്താണെന്ന് അറിയാം. നമുക്ക് ഡിഫാമേഷൻസും ലേബിൾസും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. ചീഫ് സബ് എഡിറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്ന കോപ്പീസ്, അതായത് വാർത്തകൾ എല്ലാ സബ് എഡിറ്റേഴ്സിനും കൃത്യമായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അത് കൃത്യമായിട്ടുള്ള രീതികളിൽ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അട്രാക്റ്റീവായിട്ടുള്ള മീനിങ്ഫുള്ളായിട്ടുള്ള ഹെഡ്ലൈൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും എല്ലാ കോപ്പികളും ലൈബിൾസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ചീഫ് സബ് എഡിറ്റർക്കാണ്. It is also the duty of chief sub-editor to coordinate the operation of news desk. വാർത്തകൾ ശേഖരിക്കുന്ന, വാർത്തകൾ എല്ലാവിധത്തിലും എൻഗേജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഡെസ്കിൻ്റെ എല്ലാവിധ കോർഡിനേഷൻസും അതിൻ്റെ ഓപ്പറേഷൻസും നടത്തേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ചീഫ് സബ് എഡിറ്റർക്കാണ്. And he or she should ensure that no important news is skipped or overlooked in the editing process. അതായത് ചീഫ് എഡിറ്റർക്ക് അല്ലെങ്കിൽ ചീഫ് സബ് എഡിറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടികളിൽ ഒന്നും കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ഷുഡ് എൻഷുർ ദാറ്റ്, ഉറപ്പുവരുത്തണം. എന്താണ്? നോ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഈസ് സ്കിപ്ഡ് ഓർ ഓവർലുക്ക്ഡ് ഇൻ ദ എഡിറ്റിംഗ് പ്രോസസ്സസ്. എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് പോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ആർക്കാണ്? ചീഫ് സബ് എഡിറ്റർക്കാണ്. And the edited copies are handed over to the printing session before the cut-off time. കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ അത് പ്രിൻറ്റിംഗ് സെക്ഷനിലോട്ട് ഈ എഡിറ്റഡ് കോപ്പീസ് എല്ലാ വാർത്തകളും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കേണ്ട, പ്രിൻറ്റിംഗ് സെക്ഷനിലോട്ട് കൊടുക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നതും ഈ ആർക്കാണ്? ചീഫ് സബ് എഡിറ്റർക്കാണ്. ദെൻ ദ ചീഫ് സബ് എഡിറ്റർ ഈസ് യൂഷ്വലി എ സീനിയർ ജേർണലിസ്റ്റ് ഹു ഹാസ് പുട്ട് ഇൻ സെവറൽ ഇയേഴ്സ് ഓഫ് സബ് എഡിറ്റിംഗ് ഇൻ എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിൽ സബ് എഡിറ്ററായിട്ട് നിരവധി വർഷം വർക്ക് ചെയ്യുന്ന ഒരാളെ ആയിരിക്കും എന്ത് ചെയ്യുക, ആ ന്യൂസ് പേപ്പറിൻ്റെ ചീഫ് സബ് എഡിറ്ററായിട്ട് എല്ലാ സമയങ്ങളിലും അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നു ആരാണ്? ചീഫ് സബ് എഡിറ്ററാണ്. ഒരു ന്യൂസ് ഡെസ്കിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ആളാണ് ചീഫ് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. സീനിയർ സബ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചീഫ് സബ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം പേഴ്സൺ തന്നെയാണ്. എല്ലാ കോപ്പീസും സബ് എഡിറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അട്രാക്റ്റീവായിട്ടുള്ള മീനിങ്ഫുള്ളായിട്ടുള്ള ഹെഡ്ലൈൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും എൻഷുർ ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് ചീഫ് സബ് എഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല ന്യൂസ് ഡെസ്കിൻ്റെ എല്ലാവിധ ഓപ്പറേഷൻസും കോർഡിനേഷൻസും നോക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നതും ചീഫ് സബ് എഡിറ്റർക്കാണുള്ളത്. എഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ഒരു ന്യൂസ് പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയും ഇദ്ദേഹത്തിനാണ്. മാത്രമല്ല കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ പ്രിൻറ്റിംഗ് സെക്ഷനിലോട്ട് ഈ ന്യൂസുകളെല്ലാം കൈമാറ്റം ചെയ്യേണ്ട ഡ്യൂട്ടിയും ആർക്കാണുള്ളത്? ചീഫ് സബ് എഡിറ്റർക്കാണ്. മാത്രമല്ല ഒരു ചീഫ് സബ് എഡിറ്റർ എന്ന് പറയുന്നത് യൂഷ്വലി ആരായിരിക്കും? ഒരു സീനിയർ ജേർണലിസ്റ്റ് ആയിരിക്കും. ഒരു ന്യൂസ് പേപ്പറിൽ സബ് എഡിറ്ററായിട്ട് നിരവധി വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളെയായിരിക്കും ആരായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്, ആരായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്? ചീഫ് സബ് എഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. സോ വി ആർ മൂവിങ് ഓൺ നെക്സ്റ്റ് ടോപ്പിക്, സബ് എഡിറ്റർ. സബ് എഡിറ്റർ എന്ന് പറയുന്നത് ദ സബ് എഡിറ്റർ ആൾസോ നോൺ ആസ് കോപ്പി എഡിറ്റർ പ്ലേ എ കീ റോൾ ഇൻ ദ എഡിറ്റിംഗ് പ്രോസസ്സസ്.
ഒരു വാർത്ത എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും കീ റോൾ വഹിക്കുന്ന ഒരാളാണ് സബ് എഡിറ്റർ, ആൾസോ നോൺ ആസ് കോപ്പി എഡിറ്റർ. അപ്പോൾ കോപ്പി എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സബ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കാം. ഹി ഓർ ഷീ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ മിഡ് വൈഫ് ഓഫ് ദ സ്റ്റോറി, ദ അൺസങ് ഹീറോ ഓഫ് എ ന്യൂസ് പേപ്പർ ആൻഡ് ദ മോസ്റ്റ് യൂസ്ഫുൾ പേഴ്സൺ ഇൻ എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിലെ ഒരു അൺസങ് ഹീറോ, അറിയപ്പെടാത്ത ഹീറോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഒരു സബ് എഡിറ്റർ ആയിരിക്കും. കാരണം ഒരു വാർത്ത കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യപ്പെടുന്നതും കൃത്യമായിട്ടുള്ള മീനിങ്ങോട് കൂടിയിട്ടുള്ള ഹെഡ്ലൈൻസ്, തലക്കെട്ടുകൾ നൽകുന്ന വ്യക്തി എന്ന് പറയുന്നത് സബ് എഡിറ്ററാണ്. അതുകൊണ്ട് ഇതേ ഒരു മിഡ് വൈഫ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് സബ് എഡിറ്റർ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. മോസ്റ്റ് യൂസ്ഫുൾ പേഴ്സൺ, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, ഉപകാരിയായിട്ടുള്ള ഒരു പൊസിഷനാണ് ആരെന്ന് പറയുന്നത്, സബ് എഡിറ്റർ എന്ന് പറയുന്നത്. ഈ സബ് എഡിറ്റർ ഈസ് ദ പ്രസൻറ്റർ ഓഫ് ന്യൂസ് ആൻഡ് റിപ്പോർട്ട്സ്. ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസുകൾ അത് കൃത്യമായിട്ട് വാർത്തകളിലൂടെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? സബ് എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ തോട്ടിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ വിഷനിലൂടെയാണ് ഒരു ന്യൂസ് എന്ത് ചെയ്യുന്നത്, ഒരു വാർത്തകളിലൂടെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. He or she should have a lawyer's analytical approach and quick-mindedness which enables him to understand a story quickly and to the core of the matter. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് എഡിറ്റർക്ക് ഭയങ്കര ലോയേഴ്സിൻ്റെ, ഒരു വക്കീലന്മാരുടെ ഒരു അനലറ്റിക്കൽ മൈൻഡ് വേണമെന്നുള്ളതാണ്. ഒരു വാർത്ത കണ്ടാൽ തിരിച്ചറിയാനുള്ള, കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യകാരണ സഹിതം, കോസ് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്, ക്വിക്കായിട്ട് മൈൻഡുകൾ, നമ്മളുടെ മനസ്സ് പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത്, സബ് എഡിറ്റർ എന്ന് പറയുന്നത്. A sub editor has to give appropriate headlines and, where necessary, revise and condense the material to suit the available space. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് എഡിറ്റർ എന്ത് ചെയ്യുന്നു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസുകൾ നൽകാറുണ്ട്. വെർ നെസസറി, എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് കൃത്യമായിട്ടുള്ള സ്പേസിൻ്റെ ഉള്ളിൽ, അതായത് ഒരു വാർത്തകൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 2 കോളത്തിലുള്ള ന്യൂസുകളായിരിക്കാം, 4 കോളത്തിലുള്ള ന്യൂസുകളായിരിക്കാം. ആ കോളത്തിനനുസരിച്ച് ആ വാർത്തകളെ റിവേഴ്സ് ചെയ്യുന്നതിനും ആർക്ക് കഴിയും? സബ് എഡിറ്റർക്ക് കഴിയും. ദീസ് ടാസ്ക് കാൾ ഫോർ എ ഫ്ലെയർ ഫോർ റൈറ്റിംഗ് ആൻഡ് മാസ്റ്ററി ഓവർ ദ ലാംഗ്വേജ്. അതായത് ഒരു വാർത്ത അത് വിശദമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിലും, ആ വാർത്ത ഷോർട്ടാക്കി എഴുതണമെന്നുണ്ടെങ്കിലും, ചെറിയ രൂപത്തിൽ എഴുതണമെന്നുണ്ടെങ്കിലും, സ്വാഭാവികമായിട്ടും ഒരു സബ് എഡിറ്റർ എന്ന് പറയുന്ന ആൾക്ക് ആ ലാംഗ്വേജിൽ കൃത്യമായിട്ടുള്ള പ്രാവീണ്യം വേണം, നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ലാംഗ്വേജുകൾ ഉപയോഗിക്കാൻ അറിയണം. അതുകൊണ്ട് ദീസ് ടാസ്ക് കാൾ ഫോർ എ ഫ്ലെയർ ഫോർ റൈറ്റിംഗ് ആൻഡ് മാസ്റ്ററി ഓവർ ദ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജുകളിൽ ഒരു മാസ്റ്ററായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ടാസ്കുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻ ബിഗ് ന്യൂസ് പേപ്പേഴ്സ്, വലിയ ന്യൂസ് പേപ്പറിൽ സബ് എഡിറ്റേഴ്സ് സ്പെഷ്യലൈസ് ഇൻ വേരിയസ് ഫീൽഡ്സ് സച്ച് ആസ് ഫോറിൻ ന്യൂസ്, സ്പോർട്സ്, ഫിലിംസ്, കൊമേഴ്സ്, സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. വലിയ ന്യൂസ് പേപ്പേഴ്സിൽ ഫോറിൻ ന്യൂസുകൾ നോക്കുന്നതിന് വേണ്ടി, സ്പോർട്സ് സെക്ഷൻസ് നോക്കുന്നതിന് വേണ്ടി, ഫിലിംസ്, കൊമേഴ്സ്, സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ സബ് എഡിറ്റേഴ്സിനെ സ്പെഷ്യൽ ഗ്രൂപ്പുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫോറിൻ ന്യൂസുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് സബ് എഡിറ്റേഴ്സ്, സ്പോർട്സിൻ്റെ സെക്ഷൻ നോക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള സബ് എഡിറ്റേഴ്സ്, അങ്ങനെയാക്കി തിരിക്കാറുണ്ട്. ഹി ഓർ ഷീ ഹാസ് ടു ചെക്ക് ദ റീചെക്ക് ഫാക്ട്, സ്റ്റൈൽ, ഗ്രാമർ എക്സെട്ര വൈൽ എഡിറ്റിംഗ് എ സ്റ്റോറി. ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ന്യൂസ് എഡിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് ഫാക്റ്റുകൾ റീചെക്ക് ചെയ്യുകയും സ്റ്റൈലുകൾ, ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുന്ന ഓരോ സ്റ്റൈലുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റൈലുകളും ഗ്രാമറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, ഗ്രാമർ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്കുകളുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയും ആർക്കാണ്? സബ് എഡിറ്റർക്കാണ്. നെക്സ്റ്റ്, എ സബ് എഡിറ്റേഴ്സ് വർക്കിംഗ് ഹവേഴ്സ് ആർ മോർ റെഗുലർ ദാൻ ദാറ്റ് ഓഫ് എ റിപ്പോർട്ടർ. ഒരു റിപ്പോർട്ടറിനേക്കാളും ഒരു റെഗുലർ ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു വർക്കിംഗ് ഹവറുള്ള ഒരു വർക്കിംഗ് പ്രോസസ്സാണ് ആർക്കുള്ളത്? ഒരു സബ് എഡിറ്റേഴ്സിനുള്ളത്. അൺലൈക്ക് എ റിപ്പോർട്ടർ ഹൂ ക്യാൻ ബി കാൾഡ് ടു ഡ്യൂട്ടി അറ്റ് എനി ടൈം. ഒരു റിപ്പോർട്ടറിന് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡ്യൂട്ടിക്ക് വിളിക്കാം. എ സബ് എഡിറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ഫിക്സ്ഡ് ലൈക്ക് എനി അതർ ഓഫീസ് വർക്കർ. സാധാരണ ഒരു ഓഫീസ് വർക്ക് പോലെ തന്നെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈമുള്ള ഒരു വർക്കായിരിക്കും ആർക്കുണ്ടായിരിക്കുക? സബ് എഡിറ്റർക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി
ക്വാളിറ്റീസ് ഓഫ് സബ് എഡിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് ആൻ ഐ ഫോർ ആക്യുറസി. അക്യുറേറ്റ് ആയിരിക്കുക, കൃത്യമായിട്ട് ശ്രദ്ധകൾ കേന്ദ്രീകരിച്ചിരിക്കണം. ഒന്നാമത്തെ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നു. ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് ആൻ ഐ ഫോർ ആക്യുറസി, അതായത് കണ്ണുകൾ കൊണ്ട് കൃത്യമായിട്ട് വീക്ഷണ പാഠവുമുള്ള ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് ആൻ അനലറ്റിക്കൽ മൈൻഡ്. അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാര്യകാരണം കോസ് എഫക്റ്റൊക്കെ വെച്ചുകൊണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ കാര്യം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അനലറ്റിക്കൽ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം സബ് എഡിറ്റർ. ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് എ ന്യൂസ് സെൻസ്. ഒരു ന്യൂസുകൾ അറിയാനുള്ള, ഇതൊരു വാർത്തയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഒരു സബ് എഡിറ്റർക്ക് വേണം. ആൻഡ് ദ എബിലിറ്റി ടു അസസ് ദ പബ്ലിക് മൈൻഡ്. പബ്ലിക്കിൻ്റെ പൊതുജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാനുള്ള, അവരുടെ ചിന്താഗതികൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവും ഒരു സബ് എഡിറ്റർക്ക് വേണം. ഹി ഓർ ഷീ മസ്റ്റ് ബി ഏബിൾ ടു വർക്ക് ഇൻ എ ടീം. ഒരു ടീമിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്? ഹി ഓർ ഷീ മസ്റ്റ് നോ ഹൗ ടു സമ്മറൈസ് ആൻഡ് ബോയിൽ ഡൗൺ എ ലോങ് ആൻഡ് ടെഡിയസ് റിപ്പോർട്ട്. അതായത് അത്രയും നീളത്തിലുള്ള, അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ടിനെ സമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും ഷോർട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ആരെന്ന് പറയുന്നത് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഹി ഓർ ഷീ ഷുഡ് ബി വെൽ റീഡ്. നല്ല വായനാശീലമുള്ള ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹി ഓർ ഷീ ഷുഡ് ഹാവ് സൗണ്ട് കറൻറ്റ് അഫയേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. കറൻറ്റ് അഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവുള്ള വ്യക്തിയായിരിക്കണം ആരെന്ന് പറയുന്നത് സബ് എഡിറ്റർ. ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് മാസ്റ്ററി ഓവർ ദ ലാംഗ്വേജ് ഇൻ വിച്ച് ദ ന്യൂസ് പേപ്പർ ഈസ് പബ്ലിഷ്ഡ്. ഏത് ലാംഗ്വേജിലാണ് ആ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്, ആ ലാംഗ്വേജിൽ കൃത്യമായിട്ടുള്ള മാസ്റ്ററി, കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന, കൃത്യമായിട്ട് ആ ലാംഗ്വേജിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഗ്രാമറുകൾ അറിയുന്ന ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത് സബ് എഡിറ്റർ. ഹി ഓർ ഷീ must have the ability to make shift decisions and gift of a concentration. കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ആരെന്ന്, ആ എബിലിറ്റി വേണം, ആ കഴിവ് ഒരു സബ് എഡിറ്റർക്ക് വേണം. ഹി ഓർ ഷീ മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ്. ഫിസിക്കലി അതായത് നമ്മൾ ശരീരം കൊണ്ട് എപ്പോഴും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. വില്ലിങ് ടു വർക്ക് ഇൻ എ ഷിഫ്റ്റ് ആൻഡ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. പാതിരാത്രി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ജോലി ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത് സബ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഏത്? ഫങ്ഷൻസ് ഓഫ് സബ് എഡിറ്റേഴ്സ്. എന്തൊക്കെയാണ് ഒരു സബ് എഡിറ്ററിൻ്റെ ഫങ്ഷൻസ്, ചുമതലകൾ? സെലക്ഷൻ ഓഫ് ന്യൂസസ്. വാർത്തകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി ആർക്കുള്ളതാണ്? ഒരു സബ് എഡിറ്റേഴ്സിന്. അതായത് ഒരു ദിവസം നിരവധി വാർത്തകൾ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ആ വാർത്തകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാർത്തകളിലൂടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലൂടെ നമ്മൾ കാണുന്നതും വായിക്കുന്നതും. അപ്പോൾ ആ വാർത്തകളൊക്കെ സെലക്ഷൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ആരുടെയാണ്? സബ് എഡിറ്റേഴ്സിൻ്റെ ആണ്. രണ്ടാമത് കറക്റ്റിംഗ് ദ റോപ്പി എന്നുള്ളതല്ല, കോപ്പി എന്നുള്ളതാണ്. അതായത് വാർത്തകൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടി ആർക്കുള്ളതാണ്? സബ് എഡിറ്റേഴ്സിനുള്ളതാണ്. മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ കോപ്പി. അതായത് ഒരു വാർത്തകളിൽ ഇംപ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരിക, മാറ്റങ്ങൾ കൊണ്ടുവരിക. വാർത്തകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതല്ല, ഒരു കൈ കിട്ടിയിട്ടുള്ള ന്യൂസ് കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതി കൊണ്ടുവരിക. അതിൻ്റെ നമുക്കറിയാം ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ പോലെയുള്ള സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം. അത്തരത്തിൽ മാറ്റി കൊണ്ടുവരിക എന്ന് പറയുന്ന ഡ്യൂട്ടി സബ് എഡിറ്റേഴ്സിൻ്റെതാണ്. മേക്കിംഗ് സ്യൂട്ടബിൾ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡുകൾ, കൃത്യമായിട്ടുള്ള രീതിയിൽ ലീഡുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സബ് എഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് റീറൈറ്റിംഗ് ദ സ്റ്റോറി. അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ റീറൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തിരുത്തി എഴുതുക എന്നുള്ളതല്ല ഇതിലർത്ഥം എന്ന് പറയുന്നത്. ഒരു വാർത്തയുടെ രീതിയിലോട്ട് എന്ത് ചെയ്യുക, ആ സ്ട്രക്ചറിലോട്ട്, വാർത്തയുടെ സ്ട്രക്ചറിലോട്ട് ഒരു ന്യൂസിനെ മാറ്റി എഴുതുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി, ഒരു ഫങ്ഷൻ
ആർക്കുണ്ട്, ഒരു സബ് എഡിറ്റർക്കുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡൗൺ ദ ന്യൂസ് റിപ്പോർട്ട്സ് ഇൻ ടു പാരാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് റിപ്പോർട്ടിനെ പാരഗ്രാഫുകളാക്കിയിട്ട് തരംതിരിക്കുക. നമ്മൾ ലീഡ്, ബോഡി, കൺക്ലൂഷൻ എന്ന് പറയുന്ന നമുക്കറിയാം സ്ട്രക്ചർ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പാരഗ്രാഫുകളാക്കി തിരിക്കുക എന്നുള്ളതും സബ് എഡിറ്ററിൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് ലാസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ഗിവിങ് ഹെഡ്ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തലക്കെട്ടുകൾ നൽകുക എന്ന് പറയുന്ന ഡ്യൂട്ടിയും ആർക്കുള്ളതാണ്, ഓരോ വാർത്തകൾക്കും അനുയോജ്യമായിട്ടുള്ള തലക്കെട്ടുകൾ നൽകേണ്ട ഡ്യൂട്ടിയും ആർക്കാണ്, സബ് എഡിറ്റർക്ക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്ന ചീഫ് സബ് എഡിറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ചീഫ് സബ് എഡിറ്റർ കഴിഞ്ഞിട്ട് സബ് എഡിറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.